ഹലോ. അപ്പോൾ നമ്മൾ കോവളം ബീച്ചിലാണെന്ന് പോയത്. കോവളം ബീച്ചിൽ കളിക്കാനും കുളിക്കാനും എല്ലാത്തിനും കൂടെയാണ് പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം, എന്താ ആ ദൂരത്തൊരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് തൊണ്ടാണെന്ന്. പക്ഷെ തൊണ്ടല്ല, അതൊരാൾ നീന്തുന്നതാണ്. അയാളുടെ തല പിന്നെയാണ് പൊങ്ങി വന്നത്. അയാളുടെ തല കണ്ടപ്പോൾ എനിക്ക് തൊണ്ട് പോലെ തോന്നി. ഓക്കെ, ശരി. അപ്പോൾ ഈ ആക്ച്വലി കടൽ, ആന, പ്ലെയിൻ, ഇത് മൂന്നും നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അത് അത്രയും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പിള്ളേർക്കൊന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ പൂളായാലും കടലായാലും, ഈ നമ്മൾ ബക്കറ്റിൽ വീട്ടിലൊരു ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് കൊടുത്താലും അവർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവർ 3 പേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ പൂളിൽ പോകുമ്പോഴും അതേപോലെ തന്നെ കടലിൽ കളിക്കാൻ പോകുമ്പോഴും. മോൻ പിന്നെ പറയണ്ട, അവൻ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 3 or 4 times ആയി ഇടയ്ക്കിടയ്ക്ക് കോവളത്ത് പോകുന്നു. അതുകൊണ്ട് അവനിപ്പം അവിടെ കുറച്ചുകൂടി പരിചയമായതുകൊണ്ട് തന്നെ അവനങ്ങ് ആർമാദത്തിമുറുപ്പാണ്. ഇനി മോളുടെ കാര്യം പറയുവാണെങ്കിൽ, അവളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അമ്മ എന്തമ്മ ഈ കടലിൽ ഇത്രയും ഉപ്പ്, ആരമ്മ ഈ കടലിൽ ഉപ്പിട്ടത്? അപ്പം നമ്മൾ കളിയാക്കി പറഞ്ഞു അത് അമ്മൂമ്മ ഇട്ടതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവൾ ആരെ കണ്ടാലും പറഞ്ഞുകൊണ്ടിരിക്കും കടലിൽ കുളിക്കാൻ പോയി, അവിടെ ഉപ്പാണ്, കടലിൽ ഉപ്പിട്ടത് അമ്മൂമ്മയാണോന്ന്. അത് ശരിക്കും കടലിൽ ഉപ്പിട്ടത് കടലമ്മയാണോ? ഓക്കെ, അതിൻ്റെ സയൻസ് വേറെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൺസെറ്റ് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്ക് മേഘങ്ങളെല്ലാം കൊണ്ട് ഇരുണ്ട് പോയിരുന്നു. മഴക്കോള് വന്ന് തുടങ്ങിയോണ്ടാണ്. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഇവിടെ ആക്ച്വലി 6:30 വരെയൊക്കെ നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഗാർഡ്സ് വന്ന് പറയും കരയ്ക്കോ മക്കളെ കരയ്ക്കോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 6:30 വരെ നമ്മൾ അവിടെ നിന്ന് കളിച്ചു. എന്നിട്ട് തിരിച്ച് ആക്ച്വലി ശരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലും ദേഹത്തും എല്ലായിടത്തും മണ്ണായിരിക്കും, കാലിലും ഒക്കെ മണ്ണായിരിക്കും. അങ്ങനെ നമ്മൾ 6:30 വരെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഗാർഡ്സ് കയറാൻ പറഞ്ഞപ്പോൾ നമ്മൾ കയറി ഇട്ടാണ് നമ്മൾ പിന്നെ കഴിക്കാൻ പോയത്. കഴിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ വേറൊരെണ്ണം ഇടുന്നുണ്ട്. ഓക്കെ, ഇവർ പിന്നെ പറയണ്ട, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടിയ പിന്നെ വേറെ ലെവലാണ്. അവർ രണ്ടുപേരും കൂടെ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. ഇവർക്ക് ആക്ച്വലി എൻജോയ്മെൻറ്റ് വേറൊരു തരത്തിലാണ് ഇവിടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കടലിൽ പോയി കുളിച്ചിട്ടുള്ളത് എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് പോയി കുളിച്ചെനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഇനി കടലിൽ പോകുമ്പോൾ ഞാൻ കുളിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെയാണ് ഞാൻ അവിടെ നിന്ന് കടലിൽ നിന്ന് തിരിച്ച് കയറി വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.